ചില ആളുകൾക്ക് ഈ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റ് എടുത്ത് പോകാൻ ഭയങ്കര പേടി ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർ എന്താ ചെയ്യുക? അതായത് വായിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, പല്ല് വേദനയോ മോണരോഗമോ മോണയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നാൽ എന്താ ചെയ്യുക? തൽക്കാലം ഒരു മെഡിസിൻ എടുക്കും, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. പക്ഷേ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ഡിലേ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ ലാഫിംഗ് ഗ്യാസ് ഉപയോഗിച്ച് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക എന്നുള്ളത്. ഈ നൈട്രസ് ഓക്സൈഡും ഓക്സിജനും ഒരു കറക്റ്റ് റേഷ്യോ ടൈട്രേഷനിൽ ഒരു നേസൽ ഹുഡ് വഴി ഉപയോഗിച്ച് ആ ട്രീറ്റ്മെൻറ്റ്സ് നടക്കുമ്പോൾ ശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴവരുടെ ആങ്സൈറ്റി, ഫിയർ, ഒരു ടെൻഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അവരുടെ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവരോട് കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് പേഷ്യൻസിനോട് സംസാരിക്കാൻ പറ്റും. അത് കാരണം ട്രീറ്റ്മെൻറ്റ് റിസൾട്ട്സും കുറച്ചുകൂടെ ബെറ്ററാവും. എസ്പെഷ്യലി കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾ ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. നമ്മുടെ വലിയ ആൾക്കാർ ഇരിക്കുന്ന പോലെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അടങ്ങിയിരിക്കത്തില്ല. അപ്പം കുട്ടികൾക്കും ഈ നൈട്രസ് ഓക്സൈഡ് വളരെ ഉപയോഗമാണ്. ഈ നൈട്രസ് ഓക്സൈഡ് ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ് ആൻഡ് കാം ഫീലിംഗ് ആയിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും, ഒരു ഫ്ലോട്ടിംഗ് ഫീലിംഗ് ആയിരിക്കും. സോ ആസ് എ ഹോൾ എന്താ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് കുറച്ചുകൂടെ ബെറ്റർ ആവും. അവർക്ക് ആ പേഷ്യൻസിന് ഡെൻറ്റിസ്ട്രി അല്ലെങ്കിൽ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരും, ഒരു പോസിറ്റീവ് ഔട്ട്കം വരും. സോ ഭാവിയിലാണെങ്കിലും ഒരു പേടിയോ അല്ല ആങ്സൈറ്റിയോ ഫിയറോ ഇല്ലാതെ റുട്ടീൻ ഫോളോ അപ്പും ചെക്കപ്പും ട്രീറ്റ്മെൻറ്റ്സൊക്കെ നടന്നോളും. സോ പ്രോപ്പർ മെഡിക്കൽ ഹിസ്റ്ററി, പ്രോപ്പർ കോൺസെൻട്രേഷൻ, പ്രോപ്പർ ടൈട്രേഷനിൽ ലാഫിംഗ് ഗ്യാസിൻ്റെ സഹായത്തോടെ മിക്ക ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.